മുജാഹിദ് ചില ആളുകൾക്ക് ധാരണ ഉണ്ട്, മാന്യനാകാൻ മുജാഹിദൊക്കെ ആകണം, അങ്ങനെയൊക്കെ ഒരു ധാരണ ഉണ്ടല്ലോ. ഇത് മുജാഹിദ് ടൈംസ്, നമുക്ക് പണ്ട് സുന്നി ടൈംസ് ഉണ്ടായിരുന്നു. ഇതും കൂടി ഒന്ന് മുജാഹിദീങ്ങൾ ഓർക്കുന്ന നല്ലതാ. റാത്തീബ് വേണ്ട, മൗലിദ് വേണ്ട, ഹദ്ദാദ് വേണ്ട, പിന്നെ എന്ത് വേണം അതും കൂടി കേട്ടോളി. ഈ ക്ലാസ് ഞാൻ കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ. പിന്നെ ക്ലാസ് തുടങ്ങി, ഇവിടെ അവരങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ക്ലാസ് തുടങ്ങി. ഞങ്ങളെ സദാ നിരീക്ഷിക്കാൻ പ്രത്യേകം ആളുകളെ തയ്യാറാക്കിയിരുന്നു. ഉറക്കം തൂങ്ങുന്നവർക്ക് തക്ക ശിക്ഷ ലഭിച്ചിരുന്നു. എന്താ ശിക്ഷ? സ്കൂളിന്റെ കുന്നിൻ മുകളിൽ നിന്ന് താഴേക്കും തിരിച്ചും 7 പ്രാവശ്യം ഓടണം. ഒന്ന് തൂങ്ങിയാൽ 7 വട്ടം ഓടണം. അത്ര വലിയ ശിക്ഷ കൊടുത്താലേ ഇവരെന്നെ പഠിക്കുന്നു, ഉൾക്കെന്നെ അറിയാം. അതുകൊണ്ട് ആ 7 വട്ടം ഓടിച്ചത്. കേൾക്കണമെങ്കിൽ മുജാഹിദീന്റെ സംസ്കാരം തീർന്നില്ല. ഞാനും ഒരു പ്രാവശ്യം അത് ഏൽക്കേണ്ടി വന്നു. എന്നിട്ട് പരിപാടി എന്തൊക്കെയാന്നുള്ളത് കുറെ വേറെയുണ്ട്. മിമിക്രിയും മോണോ ആക്ടും മാത്രമല്ല, ഇതിന് മുമ്പ് നടന്ന കുറെ വിഷയങ്ങൾ തർത്തീബായിട്ട് ഇതിലൂടെ നിങ്ങൾ കേട്ടോളി. പിന്നീട് കരാട്ടെ പ്രദർശനവും അവിടെ നിന്ന് ആരംഭിക്കുന്ന ക്ലാസ്. കരാട്ടെ മുജാഹിദീങ്ങൾ ഇങ്ങോട്ട് കോലൊക്കെ മാറ്റി ആ ടൗസർ കൊണ്ട് കൊടുത്തിട്ട് പിന്നെ കരാട്ടെ തുടങ്ങി. ഇപ്പൊ നിങ്ങൾ കരാട്ടെ തുടങ്ങുകയാണ്. അങ്ങനെ ഇടയ്ക്ക് പോലീസ് വേഷത്തിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. അത് എന്റെ കൂടെ വന്ന സംഘത്തിൽപ്പെട്ട ആളായിരുന്നു. പലരും അദ്ദേഹത്തെ കണ്ട് ഭയപ്പെട്ടു. കാരണം കൂടെ പാലക്കാട്ടുനിന്ന് ഈ ബസിന്റെ സീറ്റിൽ തൊട്ടടുത്തിരുന്ന ആള് സദസ്സിലെത്തിയപ്പോ പോലീസ് സാഹിബിനെ പേടിക്കാതിരിക്കുവോ? എന്നിട്ടോ ശേഷം കേൾക്കണേ, ശേഷം നിങ്ങൾ വിചാരിക്കും ഒരു അശറക്ക ജല്ലീന്ന്, അതൊന്നും അല്ല അവിടെ നടന്നത്. പിന്നെന്താ നടന്നത്? ബ്രൂസ് ലീയുടെയും ജാക്കി ചാന്റെയും സിനിമാ പ്രദർശനം കുറച്ചു നേരം കാണിച്ചു തന്നു. കേട്ടോ, റാത്തീബല്ല, ഹദ്ദാദല്ല, മൗലിദല്ല, മുജാഹിദിന്റെ തൗഹീദിന്റെ ധീര പോരാളികൾ ഒരുമിച്ച് കൂടിയ ക്യാമ്പിൽ വെച്ച് നടക്കുന്ന പരിപാടി. എന്താ പരിപാടി? ബ്രൂസ് ലീയുടെയും ജാക്കി ചാന്റെയും സിനിമാ പ്രദർശനം കുറച്ചു നേരം കാണിച്ചു തന്നു. മൂപ്പരെ വിളിക്കാത്തോണ്ട് മൂപ്പർക്ക് പറ്റി വലിയ ഓർമ്മ ഉണ്ടാവില്ല, അതാ ചോദിക്കുന്നത്. അപ്പോ പിന്നെന്താ പറഞ്ഞതെന്നറിയോ? പിന്നെ പറയാം, പിന്നെ ആരും ഉറങ്ങിയില്ല. എങ്ങനെയുണ്ട് പരിപാടി? കിട്ടപ്പോ കിട്ടിയപ്പോ മൗലവിമാര് പിന്നെ ഉറങ്ങിയില്ല. ഇനി കേട്ടോ, അതിനുശേഷം ക്യാമ്പിൽ പ്രവർത്തകരുടെ സർഗവാസന പ്രകടമാക്കുന്ന വേദിയുണ്ടായിരുന്നു. ആർക്കും ഏത് പാട്ടും പാടാം. സിനിമാ പാട്ടോ മുസ്ലിം ഗാനങ്ങളോ എന്തും പാടാം. അപ്പൊ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് ബദരീങ്ങളെ മധു പാടി നിങ്ങൾ വിചാരിക്കുന്നത് അല്ലല്ല. പിന്നെന്താ അവിടെ നടന്നത്? എന്റെ കൂട്ടുകാരൻ വയലാറിന്റെ മധുര മനോഹരമായ പ്രണയഗാനം ആലപിച്ചു. ഇയാൾ പറയാൻ, എന്റെ കൂട്ടുകാരൻ വയലാറിന്റെ മധുര മനോഹരമായ പ്രണയഗാനം ആലപിച്ചു. പിന്നീട് തർത്തീബ് പ്രകാരമാണ്. പിന്നീട് മിമിക്രി, മോണോ ആക്ട്, ശേഷം നുണ പറയൽ മത്സരം നടന്നു. കണ്ടോ? ഈ തർത്തീബ് പ്രകാരം ഇതിൽ വിശദീകരിച്ചു നിങ്ങൾക്ക് കാണാം. എല്ലാവരും ആവേശത്തോടെ പരിപാടിയിൽ പങ്കെടുത്തു. അപ്പൊ നമ്മൾ മൗലിദ് ഓത്തൽ വേണ്ട, റാത്തീബ് വേണ്ട, ഹദ്ദാദ് വേണ്ട, പിന്നെ അതിന് പകരം സ്ഥാപിക്കേണ്ട സംസ്കാരം എന്താ? ഈ ബ്രൂസ് ലീയുടെയും അതുപോലെ വയലാറിന്റെയും സംസ്കാരം. ഇതും കൂടെ നിങ്ങൾ ഈ സമൂഹത്തിൽ നിന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തോളൂ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.